നമസ്കാരം. ഇന്ന് നമുക്ക് എൻ്റെ ഒരു എൻജോയ് പോത്തോസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം അത് എനിക്ക് 4 ചട്ടിയിലായിട്ട് നല്ല നിറഞ്ഞ് നിൽക്കുകയാണ്. ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ താഴത്തോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണുണ്ട്. അപ്പം നമുക്കത് എങ്ങനെയാണ് പുതിയൊരു കുറച്ച് ചട്ടികളിലേക്ക് റിപ്പോർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന ഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കണുണ്ട്. അത് ആദ്യം നമുക്ക് വേറെ പോട്ടിലോട്ട് വെച്ച് പിടിപ്പിക്കാം. അപ്പൊ ഇതുപോലെ നീണ്ടു കിടക്കണതൊക്കെ വെട്ടിയെടുക്കണം. അതില് ഓരോ നോഡായിട്ട് ഇതുപോലെ നമുക്ക് ഓരോന്നും കട്ട് ചെയ്ത് മാറ്റാം. ഓരോ ഇല വീതാണ് കട്ട് ചെയ്തെടുക്കണത്, അല്ലെങ്കിൽ 2 ഇല 2 നോഡാക്കിയിട്ട് അതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ചെടിച്ചട്ടി എടുത്തിട്ട് അതിൽ ഞാൻ ആദ്യം കുറച്ച് മണ്ണാണ് ഇട്ട് കൊടുക്കാറ്. നമുക്ക് സാധാ മണ്ണ്, മിക്സ് ചെയ്ത മണ്ണൊന്നും വേണമെന്നില്ല, സാധാ മണ്ണ് കുറച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു 1/4 ഭാഗത്തോളം കരിയിലയാണ് ഇട്ട് കൊടുക്കാറ്. കരിയില നിറച്ച് ഇട്ട് കൊടുക്കുക. നല്ല അമർത്തി ഇങ്ങനെ ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ ഞാനതിൽ ചകിരിച്ചോറോ അല്ലെങ്കിൽ ഊമിയാണ് ഞാൻ കൂടുതൽ എടുക്കാറ്. ചകിരിച്ചോറോ അല്ലെങ്കിൽ ഊമി എടുത്തിട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ പോട്ടിംഗ് മിക്സ്. അത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. കുറേ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഇലകളുടെ ഇടയിലൊക്കെ മണ്ണ് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ചെടിച്ചട്ടി ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ ആ മണ്ണൊക്കെ ഇലകളുടെ ഇടയിലേക്ക് പോയിക്കോളും. എന്നിട്ട് ഈ കട്ടിങ്സൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് ചട്ടിയിൽ നിറയണ രീതിയിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും ഇതുപോലെ നമ്മൾ ആദ്യം സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഉള്ളിലും ഫുള്ളായിട്ട് ഇതുപോലെ കട്ടിങ്സ് വെച്ച് കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ നല്ല തിക്കായിട്ട് ആ ചട്ടിയിൽ ഇതിൻ്റെ കട്ടിങ്സ് നട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും മണ്ണ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. കാരണം ഒന്ന് നല്ല ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മണ്ണ് 2 ദിവസം കഴിയുമ്പോൾ താന്നു പോയിട്ടുണ്ടാവും. അടിയിൽ കരിയിലുള്ള കാരണം അത് ദ്രവിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് താന്നു പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അതിനനുസരിച്ച് മണ്ണ് പിന്നീട് ഇട്ട് കൊടുക്കണം. അത് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഇനി നമ്മൾ ഈ കട്ടിങ്സ് കട്ട് ചെയ്തിട്ടെടുത്ത ആ ചട്ടിയിൽ ഈ സൈഡിലോട്ട് നിൽക്കണ ആ കമ്പുകളൊക്കെ നമ്മൾ ഉള്ളിലോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പം നല്ല ബുഷിയായിട്ട് നിൽക്കും. നമുക്ക് ഈ കട്ടിങ്സ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഭാഗമൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ആക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല പോട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കാൻ നമ്മൾ അതുപോലെയാണ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മണ്ണൊന്ന് ഇട്ട് കൊടുത്താൽ മതി. മിക്സ് ചെയ്ത മണ്ണ് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. കാരണം അപ്പോഴാണ് ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഉള്ള പോട്ടായത് കൊണ്ടാണ് മണ്ണ് വീണ്ടും ഇട്ട് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ മണ്ണൊക്കെ അടിയിലോട്ട് പോയിട്ടുണ്ടാകും. കാരണം എന്നും ഞാൻ ഇതുപോലെ കരിയിലിട്ടിട്ടാണ് ചെടി വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് 2-3 മാസം കഴിഞ്ഞാൽ ആ മണ്ണൊക്കെ താന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ മണ്ണ് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കരിയിലിട്ട് കൊടുക്കണത് നമുക്ക് പോട്ടിന് അധികം വെയിറ്റ് ഉണ്ടാവില്ല. നമുക്ക് ഹാങ് ചെയ്തിടാനൊക്കെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഏത് ചെടി നട്ട് കൊടുക്കുമ്പോഴും ഞാൻ ഇതുപോലെ 1/4 ഭാഗത്തോളം കരിയില ഇട്ട് കൊടുത്തതിന് ശേഷമാണ് മിക്സ് ചെയ്ത മണ്ണ് ഇട്ട് കൊടുക്കുക. അതുപോലെ സൈഡിലൊക്കെ മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി നനച്ച് കൊടുക്കുക. അപ്പം അത് ഈ ചെടി നല്ല ബുഷായിട്ട് വളർന്നോളും. എനിക്ക് ആദ്യമൊക്കെ എൻജോയ് പോത്തോസ് പിടിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അത് പിടിച്ച് ഒന്ന് ഒരു ചട്ടിയിൽ പിടിച്ചു തുടങ്ങിയാൽ പിന്നെ അതിന് കേടൊന്നും വരില്ല. അത് നല്ല നീറ്റായിട്ട് വളർന്നോളും. അപ്പോൾ ഇതുപോലത്തെ പോട്ടിംഗ് മിക്സ് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ചെടി നന്നായിട്ട് വളരാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഈ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ നല്ല ടൈറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഈ ഹാങ് ചെയ്ത് കിടക്കണതൊക്കെ ഇതുപോലെ വെച്ചപ്പോൾ തന്നെ പോട്ട് നല്ല ബുഷിയായിട്ട് തോന്നുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഓരോ ചെടികളും
ഓരോ ചട്ടികളും നിറച്ച് കൊടുക്കണത്. ഇതുപോലെ ഞാൻ എല്ലാ ചട്ടികളിലും ഈ കട്ടിങ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എനിക്ക് ഈ 4 ചട്ടികളിൽ നിന്ന് ഞാൻ എത്ര ചട്ടികളിലേക്ക് എൻജോയ് പോത്തോസ് മാറ്റി നട്ടു എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതുപോലെ ഞാൻ എല്ലാതും നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഇപ്പം ഞാൻ കുറച്ച് ചട്ടികളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒക്കെ ഹാങ്ങിങ്ങിൻ്റെ പോട്ടിലോട്ടാണ് മാറ്റിയേക്കണത്. നമുക്കൊരു 12 ചട്ടികളിലോട്ടായിട്ടാണ് ഞാൻ ഇത് നട്ടുപിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അത് ഇനി ബുഷിയായിട്ട് വളരും. അപ്പോൾ നമുക്ക് ആദ്യം അതിന് ചെയ്യേണ്ട വളങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത് പോട്ടിംഗ് മിക്സ് തന്നെ നമുക്ക് കറക്റ്റായി കഴിഞ്ഞാൽ ഈ ചെടി നല്ല ബുഷിയായിട്ട് വളർന്നോളും. നമുക്ക് ഇൻഡോറായിട്ടും വെക്കാൻ പറ്റിയൊരു നല്ലൊരു ചെടിയാണ് ഈ എൻജോയ് പോത്തോസ്. ഞാനിപ്പോൾ ഒക്കെ ഹാങ്ങിങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഈ എൻജോയ് പോത്തോസ് ഇൻഡോറായിട്ട് വെക്കണതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇതിന് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.